രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ എത്ര റൺസ് ലീഡ് നേടിയാലും ഞങ്ങൾ അത് മറികടക്കും. 180 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ബാറ്റർ ഹാരി ബ്രൂക്ക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞതായിരുന്നു ഇത്. നാലാം ദിനം ബാറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും ഇതേ ബ്രൂക്ക് ഇന്ത്യൻ ബാറ്റർമാരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. അഞ്ചാം ദിനം മഴ പെയ്യുമെന്നും ജയിക്കണമെങ്കിൽ വേഗം ഡിക്ലെയർ ചെയ്തോളൂവെന്നും ഗില്ലിനോട് പറഞ്ഞു. തന്റെ അതിവേഗ ടെസ്റ്റ് സെഞ്ചുറി മറികടക്കാനാകുമോ എന്ന് പന്തിനെ അദ്ദേഹം വെല്ലുവിളിച്ചു. ബ്രൂക്ക് മാത്രമല്ല, മത്സരത്തിലുടനീളം ഇംഗ്ലണ്ട് താരങ്ങൾ ഇന്ത്യൻ യുവനിരയെ സ്ലെഡ്ജിങ്ങിനിരയാക്കിയിരുന്നു. ഗ്രൗണ്ടിലെ ഇംഗ്ലീഷ് താരങ്ങളുടെ വിടുവായത്തങ്ങളെ അവരുടെ മുൻ താരങ്ങളും കമന്ററി ബോക്സുകളിൽ ഏറ്റുപിടിച്ചു. ഓസീസിനെതിരെയുള്ള ആഷസ് ടെസ്റ്റിനുള്ള വാമപ്പ് മാച്ച് മാത്രമാണ് ഇന്ത്യക്കെതിരെയുള്ള സീരീസ് എന്നായിരുന്നു ഗ്രെയിം സ്വാന്റെ പ്രസ്താവന. എന്നാൽ എല്ലാം കാറ്റിൽ പറത്തി എഡ്ജ്ബാസ്റ്റണിൽ ഗില്ലും സംഘവും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 58 വർഷത്തെ ചരിത്രം തിരുത്തി എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ ആദ്യ ടെസ്റ്റ് ജയം ചൂടുമ്പോൾ അതിന് മധുരമേറെയാണ്. 336 റൺസിന്റെ വ്യക്തമായ ആധിപത്യം ആ ജയത്തിനുണ്ടായിരുന്നു എന്നതാണ് അതിൽ ആദ്യത്തേത്. രണ്ടാമത്തേത് ഗില്ലും സംഘവും നേടിയ വിജയത്തിന്റെ രീതിയാണ്. ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ മിന്നും പ്രകടനം നടത്തിയ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിൽ നിന്ന് പിന്മാറിയപ്പോൾ ഏറെ ആവേശത്തിലായിരുന്നു ഇംഗ്ലണ്ട് ക്യാമ്പ്. ബുംറ ഇല്ലാതെ ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് ബെൻ സ്റ്റോക്സ് പരസ്യമായി ചോദ്യമുയർത്തുകയും ചെയ്തു. എന്നാൽ സാധാരണഗതിയിൽ ഏറെ പഴി കേൾക്കാറുള്ള ബുംറയല്ലാത്ത പേസ് നിരകൾ ഒന്നായി തിളങ്ങിയപ്പോൾ ഇംഗ്ലീഷ് ബാറ്റർമാർ വട്ടം കറങ്ങി. അവസരത്തിനൊത്തുയർന്ന സിറാജും ആകാശ് ദീപും ആരാധകരുടെ കയ്യടികൾ വാങ്ങി. ഇരുവരും ഈ മത്സരത്തിലാകെ 17 വിക്കറ്റുകളാണ് കൊയ്തത്. ബുംറ ഇല്ലാതെയും ജയിക്കാം, അതും ബാലികേറ മലയായ എഡ്ജ്ബാസ്റ്റൺ പോലെയുള്ള ഒരു വിദേശ പിച്ചിലെന്ന് ഇന്ത്യൻ യുവനിര തെളിയിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ ഡബിൾ സെഞ്ചുറിയായും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയായും തകർത്താടിയ ഗില്ലും ഒരു ടീമിനെ എങ്ങനെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് തെളിയിച്ചു. നന്നായി കളിച്ച് അവസാനം ജയം കൈവിട്ട ലീഡ്സിലെ ആദ്യ ടെസ്റ്റിനപ്പുറം അഗ്രസീവ് അപ്രോച്ചോടുകൂടി ഫീൽഡിൽ ക്യാപ്റ്റനും മുഴുവൻ താരങ്ങളും അണിനിരന്നതിന്റെ കൂടെ ഫലമാണ് ഈ ചരിത്ര ജയം. ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം പറയാൻ ഒന്നുമില്ലാത്ത ഇന്ത്യക്ക് കിവീസിനെതിരെയുള്ള വൈറ്റ് വാഷിനും ബോർഡർ ഗവാസ്കർ ട്രോഫി തകർച്ചയ്ക്കും ശേഷമുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ ജയം. 5 ടെസ്റ്റ് മത്സരങ്ങളിൽ 1-1 ഒപ്പമെത്തിയ ഇന്ത്യക്ക് മുന്നോട്ടുള്ള കളികളിൽ കൂടുതൽ ഊർജവും വാശിയും നൽകാൻ ഈ മത്സരത്തിന് സാധിക്കട്ടെ.